Hello students. LICയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആണ്. വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് IC566 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 555ൻ്റെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും ആയിരുന്നു. 555 IC തന്നെ നമുക്ക് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. അതിൻ്റെ കൺട്രോൾ വോൾട്ടേജ് കൊടുക്കുന്ന കൺട്രോൾ ഇൻപുട്ടായ 5th പിന്നിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ ഈ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. നേരെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററായിട്ട് സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ വേറെ തന്നെ ഒരു IC ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേരിയേഷൻ അനുസരിച്ചിട്ട് നല്ല അക്യുറേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന വിധത്തിലുള്ള IC. ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ ഇതെന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് സർക്യൂട്ടാണ്. എല്ലാ ഇതും കറക്റ്റ് ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ച് ഇൻപുട്ടിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുന്നതിന് തന്നെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന വിധത്തിൽ സ്മോൾ വേരിയേഷനും കൂടി ഫ്രീക്വൻസി വേരിയേഷനാക്കി മാറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സർക്യൂട്ടാണ് IC566ൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. നേരെ അത് ഒന്നും കൂടി മനസ്സിലാക്കുക. വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് ഓസിലേഷൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുക, അതാണ് സംഭവിക്കുന്നത്. വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഓസിലേഷനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ. നേരെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ഏത് സിഗ്നൽ കൊടുത്താലും, ഇപ്പോൾ സൈൻ വേവ് ആയാലും സ്ക്വയർ വേവ് ആയാലും ട്രയാങ്കുലർ വേവ് ആയാലും ഏതായാലും ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് കൺട്രോൾ വോൾട്ടേജ് VC എന്നുള്ള വോൾട്ടേജാണ് നമ്മൾ കൺട്രോൾ വോൾട്ടേജ് ആയിട്ട് കാണിക്കുന്നത്. സാധാരണ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കൺട്രോൾഡ് VCO ആയിട്ട് യൂസ് ചെയ്യുന്ന IC ആണെന്ത് 566 എന്ന് പറഞ്ഞ IC. ദെൻ ICൻ്റെ പിൻ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ 555ൻ്റെ പിൻ ഡയഗ്രാം കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഡയഗ്രാം കൂടിയുള്ള ഒരു പിൻ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെയിനായിട്ട് അതിൽ 2 ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ട്. ദെൻ ഒരു ഷ്മിറ്റ് ട്രിഗർ, ഒരു കറൻറ്റ് സോഴ്സ്, ഇത്രയും സർക്യൂട്ടുകളാണുള്ളത്. ദെൻ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റേണലായിട്ട് ഒരു ടൈമിംഗ് കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്യാം. ദെൻ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാം. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഒരു സ്ക്വയർ വേവ് ഔട്ട്പുട്ടും കിട്ടും, ട്രയാങ്കുലർ വേവ് ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നതാണ്. ശ്രദ്ധിക്കുക, VCOൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് 2 വോൾട്ടേജ് കിട്ടും. സ്ക്വയർ വേവും ട്രയാങ്കുലർ വേവും കിട്ടും. ട്രയാങ്കുലർ വേവ് നമുക്ക് കിട്ടുന്നത് ഇതിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് തന്നെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ട്രയാങ്കുലർ വേവ് ഫോം കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദെൻ ഈ ട്രയാങ്കുലർ വേവിൽ നിന്നാണ് സ്ക്വയർ വേവും ജനറേറ്റ് ചെയ്യുന്നത്. അത് ഷ്മിറ്റ് ട്രിഗർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നേരെ ഇതിൻ്റെ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. VCOൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആ കാണിച്ചിരിക്കുന്നതാണ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇൻറ്റേർണലായിട്ട് അത് നമുക്ക് നീറ്റായിട്ട് നോക്കാം. അന്നേരം ഇതാണ് അതിൻ്റെ ICയിൽ 8 പിന്ന് ഉണ്ട്. മറ്റേത് നമ്മൾ 555ഉം 741ഉം എല്ലാം പോലെ തന്നെ. ദെൻ നമുക്ക് മെയിനായിട്ട് നോക്കി നോക്കുക. ഇതിൽ മോഡുലേഷൻ ഇൻപുട്ട്, ഇത് 5th പിന്ന് മോഡുലേഷൻ ഇൻപുട്ടാണ്. 2 ഔട്ട്പുട്ട് ഉണ്ട്, ട്രയാങ്കുലർ വേവ് ഔട്ട്പുട്ടും ഉണ്ട്, സ്ക്വയർ വേവ് ഔട്ട്പുട്ടും ഉണ്ട്. പിന്നെ C1 നമ്മൾ കണക്ട് ചെയ്യുന്നത്, C1 ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക, R1 VCCയിലേക്ക് കണക്ട് ചെയ്യുക.
ഈ പിന്നിൽ നിന്ന് R1 എടുത്തിട്ട് VCCയിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഗ്രൗണ്ടും പിന്നെ ഒരു നോ കണക്ഷൻ സർക്യൂട്ടുമാണ്, നോ കണക്ഷൻ പിന്നുമാണുള്ളത്. ഇതാണ് VCOൻ്റെ പിൻ ഡയഗ്രാം. ഇനി ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ട് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 566 VCO. VCOൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് പഠിക്കാനുള്ളത്. ഇതിൽ C1 R1 എന്ന് പറയുന്നത് രണ്ട് കപ്പാസിറ്ററും റെസിസ്റ്ററും R1 ആൻഡ് C1. അത് നമ്മൾ രണ്ടും എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന, ICൻ്റെ ഉള്ളിലുള്ളതല്ല, പുറത്ത് നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടും അത് ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ചിട്ടുള്ള R1 C1 ആണ്. റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്ററാണ് R1 ആൻഡ് C1. ദെൻ ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിലൊരു കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് ഉണ്ട്. ഇതിനാണ് കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് കൊടുക്കുന്നത്. അതാണ് നമുക്ക് നോക്കേണ്ടത്. കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ആംപിയർ എന്നുള്ള കറൻറ്റ്, ഇപ്പം കപ്പാസിറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറൻറ്റ്, ഈ സർക്യൂട്ടിൽ കപ്പാസിറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എപ്പോഴും എന്തായിരിക്കും എന്നറിയോ? സെയിം കറണ്ടായിരിക്കും ഫ്ലോ ചെയ്യുക. ഈ കപ്പാസിറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്നത് സെയിം കറണ്ട്. ഇപ്പം 2 മില്ലി ആംപിയറിൻ്റെ കറണ്ട് ആണെങ്കിൽ 2 മില്ലി ആംപിയർ കറണ്ടായിരിക്കും എപ്പോഴും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? അതുപോലെ ഡിസ്ചാർജിങ് കറൻറ്റും സെയിം തന്നെയായിരിക്കും. ഇപ്പം 1 മില്ലി ആംപിയർ വെച്ചിട്ടാണ് ഡിസ്ചാർജിങ് കറണ്ട് എങ്കിൽ 1 മില്ലി ആംപിയർ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് കാണിക്കാറ് അല്ലേ? എക്സ്പൊണൻഷ്യൽ വേവ് ഫോമാണ് കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഉണ്ടാവുക. ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു കർവ് പോലെയാണ് ചാർജ് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത്. അതേസമയം കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് കറൻറ്റ് വെച്ചിട്ടാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് വരിക. ചാർജിങ് കോൺസ്റ്റൻ്റ്, ലീനിയർ ചാർജിങ് ആയിരിക്കും. ഇത് എക്സ്പൊണൻഷ്യൽ ചാർജിങ്, ഇത് ലീനിയർ ചാർജിങ്. ഇതെപ്പോഴാണ് വരുന്നത്? കോൺസ്റ്റൻറ്റ് കറൻറ്റ് ആവുന്ന സമയത്ത്, കോൺസ്റ്റൻറ്റ് കറൻറ്റ്. അപ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് വെച്ചിട്ടാണ് കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, അഗെയിൻ ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. നമുക്ക് ഏത് വേവ് ഫോമാണ് കിട്ടുക? നമുക്ക് ട്രയാങ്കുലർ വേവ് ഫോം കിട്ടും അല്ലേ? നേരെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് കപ്പാസിറ്റർ C1 ആൻഡ് R1 ചാർജ് ചെയ്യുന്നത്. ഇനി ഈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, അറേഞ്ച്മെൻറ്റിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ പറയേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രം നല്ല നീറ്റായിട്ട് വരക്കുക. ദെൻ ആദ്യം തന്നെ ആ ബ്ലോക്കിൽ എന്തൊക്കെയാണുള്ളതെന്ന് എഴുതുക. ദെൻ ഇവിടെ നമുക്കറിയാം R1 C1 എക്സ്റ്റേണൽ കപ്പാസിറ്ററാണ്. ഇറ്റ് ഡിറ്റർമിൻസ് ദ വാല്യൂ ഓഫ് R1 ആൻഡ് C1 ആൻഡ് control input voltage determines the frequency of the output voltage. നേരെ അത്രയും കാര്യങ്ങളാണ് R1 ആൻഡ് C1നെ പറ്റി പറയാൻ. ദെൻ ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ്. രണ്ട് കറൻറ്റ് സോഴ്സ് ഉണ്ടാവും. ഫസ്റ്റ് ഫോർ ചാർജിങ് ദ കപ്പാസിറ്റർ ആൻഡ് അനദർ ഫോർ ഡിസ്ചാർജിങ് ദി കപ്പാസിറ്റർ. കപ്പാസിറ്റർ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും വേണ്ടിയിട്ട് 2 കറൻറ്റ് സോഴ്സസ് ആർ ദ കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സസ് ആണ്. എന്താണ് കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് എന്നുള്ള മനസ്സിലാക്കുക. കറൻറ്റ് സോഴ്സ് എന്ന് പറയുന്ന നേരം തന്നെ സാധാരണ ഇപ്പം ഫിക്സഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? 5 വോൾട്ടിൻ്റെ ഫിക്സഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് മാത്രമായിരിക്കും അതിൽ വരിക. അതേസമയം വേരിയബിൾ പവർ സപ്ലൈ എന്ന് പറയുന്ന നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 മുതൽ 30 വോൾട്ട് വരെ വേരി ചെയ്യാൻ പറ്റുന്ന പവർ സപ്ലൈ എന്ന് പറയുന്ന നേരം എന്താ വരുന്നത്? നമുക്ക് 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് എത്ര വോൾട്ടും നമുക്ക് എന്ത് ചെയ്യാം? വേരി ചെയ്യാം. നേരെ പവർ സപ്ലൈ തന്നെ അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ്, അതിന് പറയാം പവർ സപ്ലൈക്ക് പറയുന്ന ശരിയായ പേര് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് സോഴ്സ്. നമ്മളെ DC പവർ സപ്ലൈ എന്ന് പറയുന്നത് അത് എന്താണ്? DC വോൾട്ടേജ് സോഴ്സാണ്. നേരെ ആ DC വോൾട്ടേജ് സോഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സും ഉണ്ട്, വേരിയബിൾ വോൾട്ടേജ് സോഴ്സും ഉണ്ട്. അതേപോലെ തന്നെ കറൻറ്റ് സോഴ്സും 2 ടൈപ്പ് ഉണ്ട്. വേരിയബിൾ കറൻറ്റ് സോഴ്സും ഉണ്ട്, കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സും ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രത്തിൽ, VCOൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സസ് ആണ്.
ഒരു കറണ്ട് സോഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനദർ കറണ്ട് സോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നേരെ കറണ്ട് സോഴ്സസ് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാൻ. ദെൻ നമ്മൾ വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സിലേക്കാണ് നമ്മൾ ഏതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്? റെസിസ്റ്റർ നേരിട്ട് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സിലേക്കാണ്, കപ്പാസിറ്ററും നേരെ ചാർജിങ് നടക്കുന്നത് ഇങ്ങനെയുള്ള പാത്ത് കൂടിയായിരിക്കും. ദെൻ ആ ചാർജിങ്ങിനെ തന്നെ വേറൊരാളും കൂടി കൺട്രോൾ ചെയ്യുന്നുണ്ട്, മോഡുലേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജും അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നേരെ നമ്മൾ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ R1 കണക്ട് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്, കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങിന് ആരൊക്കെ ചാർജിങ്ങിന് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? +V വോൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, R1നെ ഡിപ്പെൻഡ് ചെയ്യും, ദെൻ മോഡുലേറ്റിംഗ് വോൾട്ടേജിന്, ദെൻ C1ൻ്റെ വാല്യൂ. ഇത്രയും വാല്യൂ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്ങിന് ഡിപ്പെൻഡ് ചെയ്യും. കാരണം കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സിൽ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് വോൾട്ടേജ് നേരെ ഒരു ബഫർ ആംപ്ലിഫയറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ബഫർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ട്രയാങ്കുലർ വേവ് ഫോം കിട്ടും. ട്രയാങ്കുലർ വേവ് ഫോം ഔട്ട്പുട്ടിലേക്ക് നേരിട്ട് കിട്ടും. ദെൻ ഈ ട്രയാങ്കുലർ വേവ് ഫോം ഷ്മിറ്റ് ട്രിഗറിൻ്റെ നെഗറ്റീവ് ഇൻപുട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഷ്മിറ്റ് ട്രിഗർ, ഇപ്പോൾ ഓപ്പാമ്പിൻ്റെ ഷ്മിറ്റ് ട്രിഗർ സർക്യൂട്ട് നിങ്ങളൊന്നും കൂടി നോക്കുക. ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ ഒരു സൈൻ വേവ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും എന്താണ്? സ്ക്വയർ വേവ് ആയിരിക്കും കിട്ടുക. അന്നേരം ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് നമുക്കറിയാം, അപ്പർ ട്രിഗറിങ് പോയിൻ്റ് ആൻഡ് ലോവർ ട്രിഗറിങ് പോയിൻ്റ് വെച്ചിട്ട് ഷ്മിറ്റ് ട്രിഗർ ഹൈ ടു ലോ ആൻഡ് ലോ ടു ഹൈയിലേക്ക് പോകും അല്ലേ? അപ്പർ ട്രിഗറിങ് പോയിൻ്റ് വരുന്നേരം ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരും, ലോവർ ട്രിഗറിങ് പോയിൻ്റ് വരുന്നേരം ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകും. അതാണ് ഷ്മിറ്റ് ട്രിഗറിൻ്റെ വർക്കിംഗ്. അതുകൊണ്ട് നമ്മൾ ഷ്മിറ്റ് ട്രിഗറിൽ നെഗറ്റീവ് ഇൻപുട്ടിൽ നമ്മൾ ട്രയാങ്കുലർ വേവ് ഫോം കൊടുത്തു. ദെൻ പോസിറ്റീവിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് VCC വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 2 റെസിസ്റ്റേഴ്സ് RA ആൻഡ് RB യൂസ് ചെയ്തിട്ട് ഷ്മിറ്റ് ട്രിഗർ സർക്യൂട്ടിൻ്റെ കൺട്രോൾ വോൾട്ടേജ്, ഈ വോൾട്ടേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഷ്മിറ്റ് ട്രിഗറിൻ്റെ നെഗറ്റീവ് ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് ഹൈയിൽ നിന്ന് ലോയിലേക്കും ലോയിൽ നിന്ന് ഹൈയിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദെൻ ആ വോൾട്ടേജിനെ ഇൻവേർട്ട് ചെയ്തിട്ട്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണിത്, ഇൻവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. നേരം ഇവിടെ ഒരു ബഫർ ആംപ്ലിഫയർ ഉണ്ട്, ഇവിടെ ഒരു ബഫർ ആംപ്ലിഫയർ ഉണ്ട്. ഫസ്റ്റ് ബഫർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ട്രയാങ്കുലർ വേവും, ലാസ്റ്റിലുള്ള ബഫർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സ്ക്വയർ വേവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി നോക്കാം നമുക്ക്. The frequency of oscillation is determined by an externally connected resistors R1 and C1, and the control voltage is applied at the pin number 5. 5ലേക്കാണ് നമ്മൾ കൺട്രോൾ വോൾട്ടേജ് കൊടുക്കുന്നത്. കൺട്രോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? മോഡുലേറ്റിംഗ് ഇൻപുട്ട് വോൾട്ടേജിനാണ് കൺട്രോൾ വോൾട്ടേജ്. അത് പിൻ നമ്പർ 5ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, the triangular voltage is obtained at pin number 4. പിൻ നമ്പർ 4ൽ നമുക്ക് ട്രയാങ്കുലർ വോൾട്ടേജ് കിട്ടും, and which is generated by alternately charging the capacitor C1 by one current source and discharging it linearly through another current source. എന്ന് പറഞ്ഞാൽ 2 കറണ്ട് സോഴ്സ് ഉണ്ട്. ചാർജ് ചെയ്യാൻ ഒരു കറണ്ട് സോഴ്സും ഡിസ്ചാർജ് ചെയ്യാൻ വേറൊരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സും. അന്നേരം ഈ ട്രയാങ്കുലർ വേവ് ഫോം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് കറണ്ട് വെച്ചിട്ട് കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ടിലൊരു ട്രയാങ്കുലർ വേവ് ഫോം കിട്ടുന്നത്. The amount of charge and discharge voltage swing is determined by the Schmitt trigger. അല്ലേ? നേരെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് നേരിട്ട് നമുക്ക് നോക്കാം. ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ
ഇത് നേരിട്ട് കൺട്രോൾ വോൾട്ടേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അന്നേരം ഷ്മിറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകാമെന്നിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇനിയിപ്പോൾ ഹൈയിൽ നിന്ന് ഇത് ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ the charging and discharging is determined or controlled by the Schmitt-Trigger circuit. അപ്പം പിന്നെ എന്താ ചെയ്യുന്നത്? ഷ്മിറ്റ്-ട്രിഗറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവ് നമുക്ക് പിൻ നമ്പർ 3 കിട്ടുന്നത്. അത് ഷ്മിറ്റ്-ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ദെൻ ഷ്മിറ്റ്-ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് സ്വിങ് ചെയ്യുന്നത് വോൾട്ടേജ് ഇങ്ങനെയുള്ള വോൾട്ടേജ് ആണെങ്കിൽ ഇത് VCC ആണെങ്കിൽ ഇത് 0.5 VCC ആണ്. മുകളിലുള്ളത് VCC, താഴെയുള്ളത് എത്രയാണ് വരുന്നത്? 0.5 VCC. ഇതാണ് സ്വിങ് വരിക, ഔട്ട്പുട്ട് സ്വിങ് എന്ന് പറയുന്നത്. ഇതിവിടെ 10 വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ 5 വോൾട്ടായിരിക്കും വരിക. 5 വോൾട്ടിനും 10 വോൾട്ടിനും അടുക്കായിരിക്കും സ്വിങ് ഉണ്ടാവും. ഹൈയും ലോയും എന്ന് പറയുന്നത്, അല്ലാണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല എന്നർത്ഥം. ഓക്കെ. ദെൻ VCC ആൻഡ് 0.5 VCC ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്, ഷ്മിറ്റ്-ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്ക്വയർ വേവിൻ്റെ ഔട്ട്പുട്ട് വരിക. ദെൻ കറൻറ്റ് വാല്യൂ ഓഫ് ദ കപ്പാസിറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ഇൻ 2 ways. 2 ടൈപ്പിൽ കപ്പാസിറ്ററിൽ കൂടിയുള്ള കറൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കറൻറ്റാണ് കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ചെയ്യുന്നുണ്ടോ അതോ എന്താണ് പതുക്കെയാണോ ചാർജ് ചെയ്യുന്നത്? സപ്പോസ് ഒരു കപ്പാസിറ്റർ, റെസിസ്റ്റർ, ദെൻ കപ്പാസിറ്റർ, ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതായിരിക്കും. ഇതുവഴി ഇങ്ങനെ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഈ R1 അല്ലെങ്കിൽ RNC, ഈ Rൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കപ്പാസിറ്റർ ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഇനി ഈ Rൻ്റെ വാല്യൂ ലോ ആണെന്നിരിക്കുക, ചെറിയ വാല്യൂ ആണ്, കപ്പാസിറ്റർ എന്ത് ചെയ്യും? പെട്ടെന്ന് ചാർജ് ചെയ്യും. ഇപ്പോൾ 10 വോൾട്ടാണെങ്കിൽ 10 വോൾട്ടിലേക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യും. ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടുകയെന്നിരിക്കുക, അന്നേരം കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 10 വോൾട്ട് എത്താൻ ഒരുപാട് ടൈം എടുക്കും. അന്നേരം ഇതിപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത്രയും ടൈം എടുക്കുകയാണെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇതാണ്, പിന്നെ കൂടുതലാണെങ്കിൽ ചെറുതാണെങ്കിൽ എന്താ ചെയ്യാം? കുറഞ്ഞ ടൈം എടുക്കുള്ളൂ. ഈ പെട്ടെന്ന് ചാർജ് ചെയ്യും, പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമത്തിലെത്തും. അതേസമയം റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിലോ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അന്നേരം അതാണ് നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്? കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും, ഇപ്പോൾ 10 വോൾട്ട് എന്നുള്ളതിന് പകരം 5 വോൾട്ടേ ഉള്ളെങ്കിൽ കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ചെയ്യൂലേ. 10 വോൾട്ടാണെങ്കിലോ കൂടുതൽ സമയം എടുക്കും. അതുപോലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ പെട്ടെന്ന് ചാർജ് ചെയ്യും, കൂടുതലാണെങ്കിൽ പതുക്കെ ചാർജ് ചെയ്യും, ടൈം കൂടുതലെടുക്കും. ഇനി വേറെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മോഡുലേറ്റിംഗ് ഇൻപുട്ട് വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ വോൾട്ടേജ് ഇൻപുട്ട് പിൻ നമ്പർ 5 കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജും ഈ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും മാറ്റിക്കളയുന്നുണ്ട്. ആ ഒരു പ്രത്യേകത തന്നെയാണ് ഇത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആവാൻ കാരണം. നേരെ കപ്പാസിറ്ററിൻ്റെ ഇപ്പോൾ മോഡുലേറ്റിംഗ് വോൾട്ടേജ് വളരെ കൂടുതലാണെന്നിരിക്കുക, അപ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം വളരെ കുറവായിരിക്കും, പെട്ടെന്ന് അങ്ങ് ചാർജ് ചെയ്യും. അങ്ങനെയാണ് ആ സർക്യൂട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരം ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്തോറും ചാർജിങ് ടൈം കുറയും. നേരം ഔട്ട്പുട്ടിൽ ഓൺ ആൻഡ് ഓഫ് പെട്ടെന്നാവും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. മനസ്സിലായില്ല? അന്നേരം അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും എടുക്കുന്ന ടൈം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അന്നേരം ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടൈം ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ദെൻ റെസിസ്റ്റൻസ്. ഇത്രയും സാധനങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്? കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടൈം. ഓക്കെ.
അന്നേരം ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇതിനെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ കാരണം. അന്നേരം ഇൻപുട്ട് വോൾട്ടേജ് കൂടുകയും കുറയുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും എടുക്കുന്ന ടൈം വേരി ചെയ്യും. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ശരിക്കും. ദെൻ ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യുന്നത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നേരം ട്രയാങ്കുലർ വേവിൻ്റെ പോസിറ്റീവ് റാമ്പ് വരും. ദെൻ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നേരം നെഗറ്റീവ് റാമ്പ് വരും. ദെൻ അഗെയിൻ പോസിറ്റീവ് റാമ്പ്. അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ട്രയാങ്കുലർ വേവ് ഫോം ആയിരിക്കും. ദെൻ ഇപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വരികയാണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 0.5 വോൾട്ടേജിന് 0.5 നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും പോസിറ്റീവ് പവർ സപ്ലൈ ഇല്ലേ, അതിൻ്റെ 0.5 ടൈംസ് ആയി എന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 10 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 വോൾട്ട് ആവുന്നതിലേക്ക് എന്ത് ചെയ്യും വെച്ചാൽ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ലോയിലേക്ക് പോകും. നേരെ കപ്പാസിറ്റർ ചാർജ് ചെയ്തു. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 0.5 വോൾട്ടേജ് എത്തി. 0.5 വോൾട്ടേജ് എത്തുന്ന സമയത്ത് ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്ക് പോകും. അതുവരെ പോസിറ്റീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.5 പോസിറ്റീവിലേക്ക് പോകും. ഇനി ഇത് ഡിസ്ചാർജ് ചെയ്യാണ്. ഡിസ്ചാർജ് ചെയ്തിട്ട് 0.25 വോൾട്ടേജ് ആയിരിക്കാം. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് ലോ ആയിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. 0.25 എപ്പോഴാണോ ആകുന്നത് ആ ടൈമിൽ എന്ത് ചെയ്യും? ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് ഹൈയിലേക്ക് പോകും. നേരെ 0.5 വോൾട്ടേജ് വരെ ഔട്ട്പുട്ട് ഹൈ ആയിട്ടെക്കും. ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ടെക്കും. അതേസമയം 0.5 വോൾട്ടേജിനേക്കാളും കൂടുന്ന സമയത്ത് ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ലോയിലേക്ക് പോകും. ഉടനെ തന്നെ കപ്പാസിറ്റർ ചാർജിങ് പൊസിഷനിൽ മാറിയിട്ട് ഡിസ്ചാർജിങ്ങിലേക്ക് പോകും. രണ്ടും എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 0.5 വോൾട്ട് ആവുന്നതിലേക്ക് എന്ത് ചെയ്യും? ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് ലോയിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ദെൻ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എപ്പോഴാണോ 0.25 വോൾട്ടേജ് ആവുന്നത് അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഹൈയിലേക്ക് പോകും. ഷ്മിറ്റ് ട്രിഗർ ഔട്ട്പുട്ട് ഗോസ് ടു ഹൈ. ദെൻ ഇത് നമുക്ക് ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് ഹൈയിൽ നിന്ന് ലോയിലേക്കും ലോയിൽ നിന്ന് ഹൈയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് നമുക്ക് ഔട്ട്പുട്ടിലൊരു സ്ക്വയർ വേവ് ആയിരിക്കും കിട്ടുക. ഇതാണ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ദ കപ്പാസിറ്ററും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന വേവ് ഫോംസ്. അന്നേരം കപ്പാസിറ്റർ ചാർജ് ചെയ്തു 0.5 വോൾട്ടേജ് എത്തി. ആ സമയത്ത് ഷ്മിറ്റ് ട്രിഗർ എന്ത് ചെയ്യും? ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകും. ദെൻ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് 0.25 വോൾട്ടേജ് ആവുന്ന സമയത്ത് അഗെയിൻ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഹൈയിലേക്ക് പോകും. നേരെ അപ്പർ ട്രിഗറിങ് പോയിൻ്റ് എന്ന് പറയുന്നത് 0.5 വോൾട്ടേജാണ്. നേരെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകും. ലോവർ ട്രിഗറിങ് പോയിൻ്റ് എത്തിയത് ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോയി. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ടിലൊരു സ്ക്വയർ വേവ് കിട്ടും. ഇനി ഇതൊരു പർട്ടിക്കുലർ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോം ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടി ഇപ്പോൾ 2 വോൾട്ട് കൊടുത്ത സമയത്താണ് നമുക്ക് ഈ വോൾട്ടേജ് കിട്ടിയെങ്കിൽ നമ്മൾ 5 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് വേഗം നടക്കും. ഇങ്ങനെ വരും, പെട്ടെന്ന് നടക്കും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോം എന്തായിരിക്കും? വേഗം ഹൈയും ലോയിലേക്കും പോകുന്നതായിരിക്കും. അന്നേരം എന്ത് ചെയ്യും? ഫ്രീക്വൻസി കൂടി, ഇതിനേക്കാളും ഫ്രീക്വൻസി കൂടുതലായിരിക്കും 5 വോൾട്ട് ഉള്ള സമയത്ത് 2 വോൾട്ടിനേക്കാൾ. അതുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടൈം വേരി ചെയ്യും. അതുകൊണ്ട് ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? വേരി ചെയ്യും. ഇതാണ് ഔട്ട്പുട്ട് ട്രയാങ്കുലർ വേവ് ഫോമും സ്ക്വയർ വേവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്.
എന്നാൽ സ്ക്വയർ ഇൻപുട്ട് ട്രയാങ്കുലർ വേവ് ഫോം ഹൈ ആവുന്ന സമയത്ത് ഏറ്റവും മാക്സിമം 0.5 വോൾട്ടാണ് മാക്സിമം എത്താൻ പറ്റുന്നത്. ആ വോൾട്ടേജ് എത്തുന്നതും ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകും. ദെൻ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്റർ 0.25 വോൾട്ടേജ് എത്തുന്ന ഉടനെ തന്നെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകും. കപ്പാസിറ്റർ പിന്നെയും ചാർജ് ചെയ്യാൻ തുടങ്ങും. ഈ പ്രോസസ്സ് ഇങ്ങനെ തുടരുന്ന നേരം നമുക്ക് പിൻ നമ്പർ 4ലും 3ലും ആയിട്ട് ട്രയാങ്കുലർ വേവ് ഫോമും എന്തും കിട്ടും, സ്ക്വയർ വേവും കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഫ്രീക്വൻസി, ഈ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഈസ് ഡിറ്റർമിൻഡ് ബൈ R1 C1 ഇൻ വോൾട്ടേജ് പവർ സപ്ലൈ ആൻഡ് കൺട്രോൾ ഇൻപുട്ട് VC. ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്ക് അറിയുന്നത് ഇതിൽ R1 കോൺസ്റ്റൻ്റ് ആണ്, C1ഉം കോൺസ്റ്റൻ്റ് ആണ്, VCയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി F0 ഈസ് പ്രപ്പോർഷണൽ ടു VC ആയിരിക്കും അല്ലേ. F0 എന്ന് പറയുന്നത് 2/R1 C1 ഇൻറ്റു V പ്ലസ് മൈനസ് VC ഡിവൈഡ് ബൈ V പ്ലസ്. V പ്ലസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഏതാണെന്ന് നോക്കണം. V പ്ലസ് എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് V പ്ലസ്. VC എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ ഇൻപുട്ട്. R1 ഇത്, C1 ഇത്. നേരെ F0 ഈക്വൽ ടു 2/R1 C1 V0 V പ്ലസ് മൈനസ് VC ഡിവൈഡ് ബൈ V പ്ലസ് വരും. ഇതിൽ V പ്ലസും കോൺസ്റ്റൻ്റ് ആണ്, R1 C1 കോൺസ്റ്റൻ്റ് ആണ്. സോ F0 ഈസ് പ്രപ്പോർഷണൽ ടു VC എന്ന് പറയും. VCക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും F0. നേരെ F0 കൂടുന്തോറും ഫ്രീക്വൻസി കൂടും, F0 കുറയും തോറും ഫ്രീക്വൻസി കുറയും. അതുപോലെ ആയിരിക്കും ഔട്ട്പുട്ട് വരും. സോ VCO എന്ന് പറയുന്നേരം ഒന്നും കൂടി ഓർമ്മിക്കുക. VCO എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആണ്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് കൺട്രോൾഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. കൺട്രോൾ വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ദ പിൻ നമ്പർ 5. ദെൻ ഒരു സാമ്പിൾ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക VCOൻ്റെ. ഇതിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇതുപോലെയുള്ളൊരു വോൾട്ടേജാണ് നമ്മൾ കൊടുക്കുന്നതെന്നിരിക്കുക. ഇൻപുട്ട് വോൾട്ടേജാണ്, ഔട്ട്പുട്ട് ട്രയാങ്കുലർ വോൾട്ടേജ് അല്ല. ഇത് VC എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജാണ്. അന്നേരം ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്തോറും നമുക്ക് ഫ്രീക്വൻസി ഇവിടെ കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം ഫ്രീക്വൻസി, മാക്സിമം വോൾട്ടേജ്. ഇത് മിനിമം വോൾട്ടേജ് ആകുന്ന സമയത്ത് മിനിമം ഫ്രീക്വൻസി ആയിരിക്കും. അഗെയിൻ മാക്സിമം ആകുന്നേരം ഫ്രീക്വൻസി കൂടി, മിനിമം ആകുന്നേരം ഫ്രീക്വൻസി കുറഞ്ഞു. അതാണ് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. ഇൻപുട്ട് വോൾട്ടേജിൻ്റെ മാക്സിമം വോൾട്ടേജ് വരുന്ന സമയത്തായിരിക്കും ഫ്രീക്വൻസി മാക്സിമം, വോൾട്ടേജ് മിനിമം ആകുന്നേരം മിനിമം ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഇതാണ് VCO. അന്നേരം നമുക്കിതിൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് ഒന്നും പഠിക്കാനില്ല. അന്നേരം അതിൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം നല്ലോണം വരച്ച് പഠിക്കുക. ഒരു കോൺസ്റ്റൻ്റ് കറൻറ്റ് സോഴ്സും 2 ബഫർ ആംപ്ലിഫയറും 1 ഷ്മിറ്റ് ട്രിഗറും 2 റെസിസ്റ്റേഴ്സുമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഔട്ട്പുട്ടിൽ എക്സ്റ്റേണലായിട്ട് നമുക്കൊരു R1 C1 എന്നാണ് 2 റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്യാം. അന്നേരം ഈ സർക്യൂട്ട് നമുക്ക് ഒരു ഫ്രീക്വൻസി മോഡുലേഷൻ സർക്യൂട്ടായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.